ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട കേസിൽ ഹരിപ്പാട് പോലീസ് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കേസ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പെൺകുട്ടിയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ അറിയിച്ചു. പ്രതിയെ കേരളത്തിലെത്തിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. എസ് ശരൺ തുടരുകയാണ് നമുക്കൊപ്പം. ശരൺ, 2 പോസ്റ്റ്മോർട്ടമാണ് നടത്തിയത്. രണ്ടിലും അതിക്രൂരമായ മർദ്ദനം ഈ പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. തല മുതൽ കാൽ വരെ മർദ്ദനമേൽക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇന്നലെ അതേ വാക്ക് തന്നെയാണോ രമേശ് ചെന്നിത്തല കുടുംബത്തിന് നൽകിയിട്ടുള്ളത്? ശരൺ, ഷിഹാസ്, തീർച്ചയായിട്ടും ഇന്നലെയാണ് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല കുടുംബത്തെ സന്ദർശിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത് ശക്തമായ നടപടി പ്രതിക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് വിദേശത്ത് നടന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് കൂടിയാണ് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറാൻ ഉള്ളൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. അതായത് ഇതിൽ പ്രധാനമായും ഈ കേസ് ഈ സാവരിയുടെ പിതാവിൻ്റെ പരാതിയിലാണ് ഇയാളെ പ്രതിയേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് ഹരിപ്പാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ ആ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് ഈ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് ഇപ്പോൾ ഹരിപ്പാട് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോഴും വ്യക്തത വരാത്ത ചില കാര്യങ്ങളുണ്ട്. എന്ത് പ്രകോപനത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒപ്പം തന്നെ എവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ച പോലെ തന്നെ 2 പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. ഒന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ റിപ്പോർട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ്, അതായത് ഹരിപ്പാട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ വണ്ടാനം മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം നടന്നത്. അപ്പോൾ ഈ 2 റിപ്പോർട്ടിലും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. ഒപ്പം തന്നെ ശരീരമാകെ തന്നെ പരിക്കുകളുണ്ട്. അപ്പോൾ ഏത് നിലയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള വലിയ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുകയും. ഒപ്പം തന്നെ ഈ പ്രതിയെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിക്കേണ്ടതുമുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ കുറ്റവാളികളെ കൈമാറുന്നതിന്, അതായത് പ്രതികളെ കൈമാറുന്നതിനുള്ള ഉടമ്പടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം ഈ എംബസിയുടെ ഇടപെടലോട് കൂടി തന്നെ പ്രതിയെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ തുടരുന്നത്. ശരി ശരി.